നിങ്ങളൊരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു നല്ല ക്ലിനിക്കിൽ നിങ്ങളുടെ സുരക്ഷയും സംതൃപ്തിയും ഉറപ്പാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഒരു പ്രൊഫഷണൽ ക്ലിനിക്കിന്റെ പ്രവർത്തന രീതികളിലൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് സഞ്ചരിക്കാം. ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പേടിയോ ആശങ്കയോ ഒക്കെ തോന്നുന്നത് സ്വാഭാവികമാണല്ലേ? പക്ഷേ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞാൽ ഈ പേടിയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേഫ്റ്റിക്കും കംഫോർട്ടിനും വേണ്ടി അവരൊരുക്കുന്ന ഓരോ സ്റ്റെപ്പിലൂടെയും നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ പോകാം. ഇതോടുകൂടി നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറുമെന്ന് എനിക്കുറപ്പുണ്ട്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏതൊരു നല്ല സ്ഥാപനത്തിനും വളരെ ചിട്ടയായൊരു പ്രവർത്തന രീതിയുണ്ടാകും. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അല്ലെങ്കിൽ ചുരുക്കത്തിൽ SOP എന്ന് പറയുന്നത്. എന്താണിതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ SOP എന്ന് ചോദിച്ചാൽ, സിമ്പിളായി പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഒരേ നിലവാരത്തിൽ ചെയ്യാൻ വേണ്ടി എഴുതിവെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ഒരു പേഷ്യന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രൊഫഷണലും സുരക്ഷിതവുമായ സർവീസിന്റെ ഒരു ഗ്യാരണ്ടിയാണ് സത്യത്തിൽ ഈ SOP. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക? നിങ്ങളുടെ ആ ആദ്യത്തെ വിസിറ്റ്, അതായത് റിസപ്ഷനിൽ കാലുകുത്തുന്നത് മുതൽ ഡോക്ടറെ കാണുന്നതുവരെ എന്തൊക്കെ നടക്കുന്നുവെന്ന് നോക്കാം. നോക്കൂ, നിങ്ങൾ ക്ലിനിക്കിൽ എത്തുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ്ഡായിട്ട് നടക്കുന്നത്. ആദ്യം തന്നെ നിങ്ങളെ വളരെ മര്യാദയോടെ വെൽക്കം ചെയ്യും. പിന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്യും. നിങ്ങളൊരു പുതിയ പേഷ്യന്റ് ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യും. എന്നിട്ടാണ് ഡോക്ടറെ കാണാനുള്ള കൺസൾട്ടേഷൻ സ്ലിപ്പ് തരുന്നത്. കണ്ടില്ലേ, എല്ലാം സിമ്പിളും സിസ്റ്റമാറ്റിക്കുമാണ്. അങ്ങനെ നിങ്ങൾ ഡോക്ടറുടെ റൂമിലെത്തി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഡോക്ടർ ആദ്യം തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ക്ഷമയോടെ കേൾക്കും. എന്നിട്ട് നിങ്ങളുടെ സ്കിൻ വിശദമായി പരിശോധിക്കും. നിങ്ങളുടെ പഴയ അസുഖങ്ങളെക്കുറിച്ചോ മറ്റ് ആരോഗ്യവിവരങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റിയ ട്രീറ്റ്മെന്റുകൾ ഏതാണെന്നും അതിന്റെ ചിലവ്, എന്ത് റിസൾട്ടാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, പിന്നെ എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടോ എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞുതരും. അവസാനം നിങ്ങളുമായി സംസാരിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി കേട്ടിട്ടാണ് ഒരു ഫൈനൽ ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നത്. അടുത്തത് വളരെ നിർണായകമായ ചില കാര്യങ്ങളാണ്. സമ്മതം, ചിലവ്, പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി. അതായത് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളെല്ലാം അറിഞ്ഞു എന്ന് ഉറപ്പാക്കുന്ന സ്റ്റെപ്പാണിത്. ഏതൊരു ട്രീറ്റ്മെന്റിനും മുൻപ് ഈ സമ്മതപത്രം അഥവാ കൺസെന്റ് ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒപ്പിടാൻ പറയുന്നതിന് മുൻപ് അതിലെ ഓരോ പോയിന്റും നിങ്ങളെ വിശദീകരിച്ച് കേൾപ്പിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ വ്യക്തതയുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടേ അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ. ഇനി നമുക്ക് ബില്ലിങ്ങിന്റെ കാര്യം നോക്കാം. അവിടെയും കാര്യങ്ങളെല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഫിക്സ് ചെയ്ത ശേഷം നിങ്ങളെ ബില്ലിംഗ് കൗണ്ടറിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ സ്റ്റാഫ് ഓരോ ചാർജും എന്താണെന്ന് ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്യും. കാശ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റെക്കോർഡിനായിട്ട് ഒരു ഒഫീഷ്യൽ ബില്ലും കയ്യിൽ തരും. ഒരു കൺഫ്യൂഷനോ ഇല്ല. ഓക്കേ, അപ്പോൾ ബില്ലിംഗും കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് റൂമിലേക്ക്. നിങ്ങളുടെ പ്രൊസീജിയറിന് വേണ്ടി ആ റൂം എങ്ങനെയാണ് ഒരുക്കുന്നതെന്ന് നോക്കാം. ഒരു ട്രീറ്റ്മെന്റിന് മുൻപ് ആ റൂമിൽ നടക്കുന്ന തയ്യാറെടുപ്പുകൾ കണ്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. റൂം വളരെ നന്നായി ക്ലീൻ ചെയ്ത് അണുവിമുക്തമാക്കും. വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും റെഡിയാക്കി വയ്ക്കും. ഗ്ലൗസ്, സിറിഞ്ച്, കോട്ടൺ പോലെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള, അതായത് ഒറ്റത്തവണ ഉപയോഗിച്ച് കളയുന്ന സാധനങ്ങളെല്ലാം പുതിയത് തന്നെയായിരിക്കും. ഏറ്റവും പ്രധാനമായി, ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും സ്റ്റെറിലൈസ് ചെയ്തതാണോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തും. കാരണം നിങ്ങളുടെ സേഫ്റ്റിക്കാണ് അവർ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. ഇതൊരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ട്രെയിനിങ് കിട്ടിയ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ കോസ്മെറ്റോളജിസ്റ്റോ മാത്രമായിരിക്കും, വേറെ ആരുമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം ഏറ്റവും സേഫായ കൈകളിലാണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, പക്ഷേ അതോടെ കാര്യങ്ങൾ തീരുന്നില്ല. നിങ്ങളുടെ പരിചരണം അവിടെ അവസാനിക്കുന്നില്ല. ചികിത്സയ്ക്ക് ശേഷവും ആ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആഫ്റ്റർ കെയറും ഫോളോ അപ്പുമാണ്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്നല്ലേ? ഡോക്ടർ തരുന്ന ക്രീമുകളും മരുന്നുകളും കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ട്രീറ്റ് ചെയ്ത ഭാഗത്ത് നേരിട്ട് വെയിൽ കൊള്ളിക്കരുത്. പിന്നെ കൃത്യമായി ഫോളോ അപ്പിന് വരണം. എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ വിളിച്ചു ചോദിക്കാൻ ഒരു മടിയും കാണിക്കരുത്. ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചാൽ ഉറപ്പായും നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ അവിടുന്ന് പോരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ അടുത്ത ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് അവർ ഷെഡ്യൂൾ ചെയ്യും. അതുമാത്രമല്ല, അതിൻ്റെ ഡേറ്റ് ആവുമ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഒരു മെസ്സേജോ കോളോ വരും. അപ്പോൾ നിങ്ങളുടെ തുടർ പരിചരണത്തിൻ്റെ കാര്യത്തിലും അവർക്ക് നല്ല ശ്രദ്ധയുണ്ട്. ഇതുവരെ നമ്മൾ കണ്ട ഈ സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ചില പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട്. ഒരു നല്ല ക്ലിനിക്കിന്റെ 4 പ്രധാന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രോമിസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതായത്
രോഗിയുടെ പൂർണ്ണ സംതൃപ്തി. നിങ്ങളുടെ സന്തോഷമാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. രണ്ടാമത്തേത് സേഫായ ട്രീറ്റ്മെന്റ്സ്, സുരക്ഷിതമായ ചികിത്സകൾ. ഇതിന്റെ കാര്യത്തിലൊരു കോംപ്രമൈസുമില്ല. നിങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മൂന്നാമത്തത് പ്രൊഫഷണൽ സർവീസ്. നിങ്ങളവിടെ കാലുകുത്തുന്നത് മുതൽ തിരിച്ചു പോകുന്നതുവരെ എല്ലാ കാര്യത്തിലും ഒരു പ്രൊഫഷണൽ സമീപനം അവർ ഉറപ്പാക്കും. ഇനി നാലാമത്തത് കൂടുതൽ രോഗികൾ എത്തുക എന്നത്. സത്യത്തിൽ ഇതൊരു ലക്ഷ്യം എന്നതിനേക്കാൾ നേരത്തെ പറഞ്ഞ ആ 3 കാര്യങ്ങൾ, അതായത് സംതൃപ്തി, സുരക്ഷ, പ്രൊഫഷണൽ സേവനം, ഇവയെല്ലാം കൃത്യമായി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു റിസൾട്ടാണ്. അപ്പോൾ ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റിന്റെ A to Z കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു. ഇനി നിങ്ങൾ പറയൂ, ഒരു നല്ല കോസ്മെറ്റിക് കെയർ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയില്ലേ? ഇനി എപ്പോഴെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വെച്ച് ഏറ്റവും മികച്ചത് തന്നെ തിരഞ്ഞെടുക്കുമല്ലോ, അല്ലേ?